എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദന. ഇന്നത്തെ ടോപ്പിക് ഓർഡർ ഓഫ് ഡ്രോ ഇൻ ഫ്ലിബോട്ടമി. ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഓർഡർ ഓഫ് ഡ്രോയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. രണ്ടാമതായിട്ട്, ഓർഡർ ഓഫ് ഡ്രോ നമ്മുടെ ബ്ലഡ് റിസൾട്ടിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു. ബ്ലഡ് റിസൾട്ടിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ ക്വാളിറ്റിയാണ്. നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഫ്ലിബോട്ടമിയിൽ വെച്ചാണ്. ഓർഡർ ഓഫ് ഡ്രോ ഫോളോ ചെയ്യണമെന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ ആന്റികോഗുലന്റിന്റെ ക്യാരി ഓവർ പ്രിവെന്റ് ചെയ്യാനാണ്. അത് മെയിൻലി സംഭവിക്കുന്നത് ഫ്ലിബോട്ടമിയിൽ വെച്ചാണ്. നമ്മൾ സിറിഞ്ച് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വാക്യൂട്ടൈനർ യൂസ് ചെയ്തിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. നമുക്കത് ഡിഫറെന്റ് ട്യൂബുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓരോ ട്യൂബിലും ഓരോ ആന്റികോഗുലൻസ് ആയിരിക്കും ഉണ്ടാകുക. എന്തെങ്കിലും കാരണവശാൽ ഫസ്റ്റ് ട്യൂബിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ട്യൂബിലുള്ള ആന്റികോഗുലന്റിന്റെ കണ്ടാമിനേഷൻ രണ്ടാമത്തെ ട്യൂബിൽ ഉണ്ടാവുകയാണെങ്കിൽ രണ്ടാമത്തെ ട്യൂബിൽ ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ടുകൾക്ക് വേരിയേഷൻസ് ഉണ്ടാകാം. ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മളൊരു 5 ml സിറിഞ്ച് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വാക്യൂട്ടൈനർ യൂസ് ചെയ്തിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. നമ്മളത് ഫസ്റ്റ് ഇഡിറ്റിയ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഹെപ്പാരിൻ ട്യൂബിലേക്ക് അല്ലെങ്കിൽ റെഡ് ക്ലോട്ട് ആക്ടിവേറ്റഡ് ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തെങ്കിലും കാരണവശാൽ ഇഡിറ്റിയ കണ്ടാമിനേഷൻ ഹെപ്പാരിൻ അല്ലെങ്കിൽ റെഡ് ക്ലോട്ട് ആക്ടിവേറ്റഡ് ട്യൂബിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ ട്യൂബിൽ ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ടുകൾക്ക് വേരിയേഷൻസ് കാണിക്കാം. കുറെ പാരാമീറ്റേഴ്സിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പൊട്ടാസ്യം, കാൽസ്യം ഇതൊക്കെയാണ്. പൊട്ടാസ്യത്തെ എങ്ങനെ എഫക്ട് ചെയ്യാന്ന് വെച്ചാൽ, ഇരിറ്റിയ ഹൈ റിച്ച് പൊട്ടാസ്യം ഉള്ള ഒരു ആന്റികോഗുലന്റ് ആണ്. ഇപ്പൊ ലോവർ സൈഡായിട്ട് പൊട്ടാസ്യം ഉള്ള ഒരു പേഷ്യന്റിന് ഇരിറ്റിയ കണ്ടാമിനേഷൻ ഉള്ള ട്യൂബിന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ അല്ലെങ്കിൽ നോർമൽ പൊട്ടാസ്യം കാണിക്കാം. അതുപോലെ തന്നെ കാൽസ്യത്തെയും എഫക്ട് ചെയ്യുന്നുണ്ട്. കാൽസ്യത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇരിറ്റിയ കണ്ടാമിനേഷൻ ഉള്ള ട്യൂബിന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാൽസ്യം ലോവർ സൈഡായിട്ടാണ് കാണിക്കുക. സംടൈംസ് നമ്മുടെ ലാബിൽ തന്നെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. പൊട്ടാസ്യം ഹൈ ആയി കാണിക്കുന്നത്, പക്ഷേ സെറം ക്ലിയർ ആയിരിക്കും. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇഡിറ്റിയ കണ്ടാമിനേഷൻ ആണ്. കൂടുതലായിട്ടും ലൈസ്ഡ് സാമ്പിൾസിലാണ് പൊട്ടാസ്യം ഹൈ ആയി കാണിക്കുക. ക്ലിയർ ആയിട്ടുള്ള സാമ്പിളിൽ പൊട്ടാസ്യം ഹൈ ആയി കാണിക്കാനുള്ള റീസൺ ഇഡിറ്റിയ കണ്ടാമിനേഷൻ ആണ്. ഇതാണ് ഓർഡർ ഓഫ് ഡ്രോ ഫോളോ ചെയ്യണമെന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ. താങ്ക് യു.